ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചിട്ടും അതിന്റെ വിവാദങ്ങൾക്ക് ഇനിയും വിരാമമായിട്ടില്ല. ടൂർണമെന്റിൽ ജേതാക്കളായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കിരീടം കൈമാറാത്തതാണ് ഏറ്റവും പുതിയതും അതീവ ഗൗരവകരമായ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ദുബായിലെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ആസ്ഥാനത്ത് വെച്ച് ട്രോഫി പൂട്ടിയിരിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രിയുമായ മൊഹസിൻ നഖ്വിയാണ് കിരീടം കൈമാറുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ട്രോഫി ACC ഓഫീസിൽ നിന്ന് മാറ്റുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യരുതെന്ന് അദ്ദേഹം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഖ്വിയുടെ അനുമതിയും നേരിട്ടുള്ള സാന്നിധ്യവും ഇല്ലാതെ ട്രോഫി മാറ്റാൻ പാടില്ലെന്നാണ് നിർദ്ദേശം. മൊഹസിൻ നഖ്വിയുടെ നിലപാട് ഇതാണ്: താൻ നേരിട്ടെത്തി മാത്രമേ ഇന്ത്യൻ ടീമിനോ BCCIക്കോ കിരീടം കൈമാറുകയുള്ളൂ. ഈ കടുംപിടുത്തമാണ് ഒരു അന്താരാഷ്ട്ര കായിക ടൂർണമെന്റിന്റെ വിജയ കിരീടം ദിവസങ്ങളായി പൂട്ടിയിരിക്കുന്ന അസാധാരണ സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ഇത് ഇന്ത്യ-പാക് ക്രിക്കറ്റ് ബന്ധത്തിലെ നിലവിലെ കലുഷിതമായ അവസ്ഥയുടെ പ്രതിഫലനമായി കണക്കാക്കപ്പെടുന്നു. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ചിരവൈരികളായ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം ഏഷ്യ കപ്പ് ജേതാക്കളായത്. ഈ വിജയത്തിന് പിന്നാലെയാണ് കിരീട കൈമാറ്റവുമായി ബന്ധപ്പെട്ട അപ്രതീക്ഷിതവും നാടകീയവുമായ സംഭവങ്ങൾ അരങ്ങേറിയത്. പാക് മന്ത്രിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മേധാവിയും കൂടിയായ മൊഹസിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി വാങ്ങാൻ ഇന്ത്യൻ ടീം വിസമ്മതിച്ചതാണ് വിവാദങ്ങളുടെ തുടക്കം.